ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി ഋതു ജയന്റെ വീട് അടിച്ചു തകർത്തു. രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. വൈകുന്നേരത്തോടെയാണ് പ്രതിയുടെ വീട് അടിച്ചു തകർത്തത്. റിയ ബേബിയുണ്ട് വിശദാംശങ്ങളുമായി. റിയ, ആരാണ് കസ്റ്റഡിയിലുള്ളത്? നാട്ടുകാരെങ്കിലുമാണോ? ഋതു ജയൻ റിമാൻഡിലാണ്. വീട്ടിൽ മറ്റാരെങ്കിലും ഉള്ള സമയത്താണോ ഈ അതിക്രമം ഉണ്ടായത്? നടന്ന ശേഷം വീട്ടിൽ ആരുമില്ല. അമ്മയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. അവരിവിടെ നിന്ന് മാറുകയും ചെയ്തു. ഇത് ഏതാണ്ട് 7 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഋതു വിജയന്റെ വീടാണ് ഈ കാണുന്നത്. ഇതിന്റെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടേബിളുകൾ തകർത്തിട്ടുണ്ട്. മുൻവശത്തുണ്ടായിരുന്ന കസേരകൾ തകർത്തു. വീടിന്റെ മുമ്പിലേക്ക് കയറുന്ന കോൺക്രീറ്റ് ഭാഗം ഇടിച്ചു തകർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 5:30 വരെ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തുള്ള ആളുകളുടെ മൊഴിയും മറ്റും എടുക്കുന്നതിനായി ഇവിടെ എത്തിയതായിരുന്നു. അതിനുശേഷം മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഇവിടെ നിന്ന് മടങ്ങി. ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് അടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ അതിക്രമം ഉണ്ടായത്. ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അത്രയും അധികം രീതിയിലുള്ള അതിക്രമമാണ് നടന്നിരിക്കുന്നത്. വീടിനുള്ളിൽ കയറി ഉള്ളിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ അടക്കം അടിച്ചു തകർത്തു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. റിയ തുടരുന്നു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. അത് പോലീസ് പിന്നീട് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. സംഭവത്തിൽ എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ വലിയ പ്രതിഷേധം ആളുകൾക്കുണ്ടായിരുന്നു. കാരണം നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ്. 2 കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് 3 ജീവൻ എടുത്തത്. ഒരാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നു. ആ സംഭവത്തിൽ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവുന്ന ഒരു രീതിയുണ്ട്. പ്രതിയെ പുറത്തിറക്കിയപ്പോൾ തന്നെ ആളുകൾ വലിയ തോതിൽ അവിടേക്ക് എത്തുകയും പ്രതിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് അത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് ആ രീതിയിലുള്ള പ്രതികരണം ഈ നാടിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൗൺസിലർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ സംഭവിച്ചത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയുണ്ടോ? ഒന്നും അറിയില്ല. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിക്കാണ് അറിഞ്ഞത്. അപ്പൊ ഏറിയെന്ന് മാത്രം. പോലീസ് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് അറിയുന്നു. അത് ആരാണെന്നും എന്താണെന്ന് അറിയില്ല. വാർഡ് മെമ്പറെ വിളിച്ചു ചോദിച്ചപ്പോ മെമ്പർക്കും അറിയില്ല ആരെയാണ്. മെമ്പറെ വിളിച്ചു ചോദിച്ചപ്പോ മെമ്പർക്കും അറിയില്ല ആരെയാണ് കസ്റ്റഡിയിൽ എടുത്തെന്നുള്ളത് മെമ്പർക്ക് അറിയില്ല. ഈ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? സംസാരിച്ചിരുന്നു അവരോട്? ഇല്ല, ഞാനിപ്പോ പ്രതിഷേധം ആദ്യഘട്ടം മുതൽ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ വണ്ടി അവിടെ വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് ലഭ്യമായിട്ടില്ല. എന്താണ് പോലീസിനെ വിളിക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ പോലീസ് ഇവിടെ 2 പേരുണ്ട്. നേരത്തെ പോലീസ് വന്നിരുന്നു. വാർഡ് മെമ്പറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വാർഡ് മെമ്പറാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. എന്താണ് സംഭവിച്ചത് എന്നത് അവരിപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. നാട്ടുകാരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇങ്ങനൊരു സംഭവം, അത് ഇത്രയും അതിക്രൂരമായ ഒരു സംഭവം നടന്നു. അതിന്റെ ഞെട്ടലിലും പ്രതിഷേധത്തിലും ഒക്കെയായിരുന്നു ആളുകളുള്ളത്. പോലീസ് എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ആരാണ് എന്നത് സംബന്ധിച്ചടക്കം പിന്നീട് വിശദീകരിക്കാമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീടിനകത്ത് കയറിയിട്ടില്ല. വീടിന്റെ പുറംഭാഗത്തുണ്ടായിരുന്ന കസേരകൾ, അതോടൊപ്പം തന്നെ ജനൽ ചില്ലുകൾ, കോൺക്രീറ്റ് ഭാഗം അടക്കമുള്ളവയാണ് തകർത്തിരിക്കുന്നത്. എന്തായാലും 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ഇന്ന് രാവിലെയൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴി എടുക്കുന്നതിനായി പോലീസ് ഇവിടേക്ക് എത്തിയിരുന്നു. 5 മണി വരെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവർ തിരികെ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. 7 മണിയോടുകൂടിയാണ് അവർ ഈ തകർന്നു കിടക്കുന്ന രീതിയിൽ, ഈ വീട്ടിലെ ജനൽ ചില്ലുകളൊക്കെ തകർന്നു കിടക്കുന്ന രീതിയിൽ കണ്ടത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്ത് എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർക്ക് വലിയ പ്രതിഷേധം ആദ്യഘട്ടം മുതൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി ഋതു ജയന്റെ വീടടിച്ചു തകർത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. റിയ ബേബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ക്രൈം